കേട്ടെറ്റുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ. ദേശീയ സംഘടനയുമായി ചേർന്ന് ഉടൻ സുപ്രീം കോടതിയെ സമീപിക്കും. വിധി പ്രകാരം 50,000-ലധികം അധ്യാപകർക്ക് ജോലി നഷ്ടമാകുമെന്നാണ് വിലയിരുത്തൽ. അധ്യാപകരുടെ തൊഴിലിന് സംരക്ഷണം നൽകി മുന്നോട്ടു പോകണമെന്നാവശ്യപ്പെട്ട് ദേശവ്യാപക പ്രക്ഷോഭത്തിലും KSTA പങ്കെടുക്കും. ഇത് പരിഹരിക്കണമെങ്കിൽ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസത്തിൽ ഒരു നിയമം, കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നിയമത്തിൻ്റെ ഭാഗമായി വന്ന ഒരു പ്രശ്നം, അത് പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. KSTA ഞങ്ങൾ ആ രൂപത്തിലേക്ക് അത്തരം ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് ഈ 20-ാം തീയതി എല്ലാ ഓഫീസുകളിലേക്കും മാർച്ചുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലൊട്ടാകെ ദേശീയ അധ്യാപക സംഘടനയായ STFIയുടെ നേതൃത്വത്തിൽ ഇത്തരം സമരങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ 2010 ശേഷം നിയമിതരായ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന 62,000 അധ്യാപകരെ ഇത് ബാധിക്കുമെന്നാണ് പ്രാഥമികമായി നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം. ഗോപാൽ ശീലാസനൽ, അധ്യാപകരുടെ ജോലി നഷ്ടമാകുന്ന കാര്യമാണ്. മാത്രമല്ല, നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നതാണ്. KSTA പോരാട്ടം നിയമവഴിയിൽ എങ്ങനെയായിരിക്കും? സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേട്ടെറ്റുമായിട്ടുള്ള സുപ്രീം കോടതി വിധി വന്നതോടുകൂടി തന്നെ അത് വലിയ തരത്തിലേക്കുള്ള പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിവെച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി തന്നെ വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ അതിൽ പുനഃപരിശോധനാ ഹർജി നൽകുകയോ അല്ലെങ്കിൽ വ്യക്തത തേടി ഹർജി നൽകുകയോ ചെയ്യും എന്നുള്ള കാര്യം. അതിനോടൊപ്പമാണ് ഇപ്പോൾ ശക്തമായ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുമെന്ന പ്രഖ്യാപനവുമായി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഏകദേശം 62,000-ഓളം അധ്യാപകരുടെ ഭാവി ഈ സുപ്രീം കോടതി വിധിയോടുകൂടി തന്നെ തുലാസിലായിരിക്കുകയാണ് എന്നും അതുകൊണ്ട് തന്നെ അവരെ തൊഴിൽ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമത്തിലേക്ക് വേണം പോകാൻ എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് നിയമപരമായി നീങ്ങാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ KSTA. അതിനോടൊപ്പം തന്നെ സമാന്തരമായി ദേശീയ വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭ നടപടികൾക്കും KSTA ആലോചിക്കുന്നുണ്ട്. KSTAയുടെ ദേശീയ സംഘടനയായിട്ടുള്ള STFI, സ്കൂൾ ടീച്ചേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടന ദേശീയ തലത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാനും അതിനോടൊപ്പം തന്നെ ഈ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനും ആലോചിച്ചിട്ടുണ്ട്. ഈ STFIക്ക് ഒപ്പം ചേർന്നുകൊണ്ടായിരിക്കും ഇതിൽ നിയമ പോരാട്ടമാണെങ്കിലും പ്രതിഷേധമാണെങ്കിലും KSTA നടത്തുക. ഈ മാസം 20-ാം തീയതി സംസ്ഥാനത്തെ എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കും KSTAയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഗോപാൽ ശീലാസനലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.